മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലമായ നിലമ്പൂരിലെ മൂത്തേടം പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ സിപിഎമ്മുമായി ചേർന്ന് മുസ്ലിം ലീഗിന്റെ അവിശ്വാസ പ്രമേയ നോട്ടീസ്. പ്രമേയം 24-ന് പഞ്ചായത്ത് ബോർഡ് ചർച്ച ചെയ്യും. അംഗങ്ങളുടെ എണ്ണക്കണക്കിൽ പ്രമേയം പാസാകാനാണ് സാധ്യത. അഞ്ചാം മന്ത്രി ആര്യാടൻ വിവാദം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചകൾക്ക് പോലും സാധ്യത തുറക്കാതെയാണ് മൂത്തേടത്ത് കാര്യങ്ങളുടെ പോക്ക്. ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന് 7, മുസ്ലിം ലീഗിനും സിപിഎമ്മിനും 4 വീതം അംഗങ്ങളുമാണുള്ളത്. വോട്ടിനിട്ടാൽ കോൺഗ്രസ് താഴെ ഇറങ്ങേണ്ടി വരുമെന്നുറപ്പ്. UDFിന്റെ പേരിലാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടിയത്. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിനെതിരായിട്ട് തിരിയുന്ന മുസ്ലിം ലീഗ് ശരിക്ക് ആ 4 മെമ്പർ സ്ഥാനം രാജിവെച്ച് ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നേരിടണം. അവർ മാർക്സിസ്റ്റ് പാർട്ടിയുമായി കൂടി ഒരു ഇലക്ഷൻ നേരിടുന്ന പറയാനുള്ളത്. ഇപ്പൊ UDF മുന്നണിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാണ് അവർ കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിയാണ്ട്. പ്രസിഡന്റ് ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ലീഗിന്റെ ആരോപണം. വൈസ് പ്രസിഡന്റ് സ്ഥാനം വേണ്ടെന്ന് വെച്ച ലീഗ് സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റണം എന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. അത് മാറ്റാത്തിടത്തോളം കാലം ഒരു ചർച്ചയ്ക്ക് ലീഗ് തയ്യാറല്ല എന്ന് ഈ UDF സംവിധാനത്തിൽ കൂടി തന്നെ ഞങ്ങൾ പറയുകയുണ്ടായി. അവിശ്വാസത്തിൽ ഉറച്ച് CPMും ലീഗിനൊപ്പമുണ്ട്. ഈ സാഹചര്യത്തിൽ CPIM അതിന്റെ നിലപാട് പറയുകയും ആ ചുമതല നിർവഹിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവിശ്വാസ പ്രമേയം. അത് 24-ാം തീയതി ചർച്ചയ്ക്കെടുത്തതിന് ശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അപ്പോൾ CPM തീരുമാനമെടുക്കും. എന്നാൽ ഭരണസമിതി വീണാൽ അടുത്തപടി എന്തെന്ന് ലീഗോ CPMോ തുറന്നു പറയുന്നില്ല. 1995-ൽ അടവ് സഖ്യത്തിന്റെ പേരിൽ ഇരു പാർട്ടികളും ഒരുമിച്ച് ഭരിച്ച ചരിത്രം മൂത്തേടത്തിനുണ്ട്. മനോരമ ന്യൂസ്, മലപ്പുറം.